ഹായ് ഫ്രണ്ട്സ്, വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ പ്ലാന്റ് ആയിട്ടുള്ള റുബി പ്ലാന്റിനെ കുറിച്ചാട്ടോ. നമ്മളെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഏകദേശം ഒരു വർഷം തികയാറായിട്ടോ. നമ്മളെ കയ്യിൽ കിട്ടിയ സമയത്ത് ഈ പ്ലാന്റ് കുറഞ്ഞ തോതിലാണെങ്കിലും കൂടി ഇപ്പം നിങ്ങൾ നോക്കിയാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ബോർഡർ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടും ബുഷിയായിട്ടാണ് ഇപ്പോൾ ആ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 മാസമൊക്കെ ആകുമ്പം നിർബന്ധമായിട്ട് ഇത് പ്രൂൺ ചെയ്ത് ഷേപ്പാക്കി നിർത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഷേപ്പാക്കി നിർത്തേണ്ട ഒരു സമയം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് വളരെയധികം പ്രത്യേകത ഉള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും നല്ല രീതിക്ക് ഈ ഒരു പ്ലാന്റ് ബുഷിയായിട്ട് വരും. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് എടുക്കുന്ന സ്ഥലം നല്ല വെയിലുണ്ടായിരിക്കണം. അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതേപോലെ നല്ല ബുഷിയായിട്ട് വരൂല്ല. അതേപോലെ തന്നെ ഇതിന്റെ ലീഫ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോയി നശിച്ചു പോകാനും സാധ്യത വളരെ കൂടുതൽ. അതേപോലെ ഈ ഒരു പ്ലാന്റിന്റെ ലീഫിന് പ്രത്യേകത കൂടുതൽ ഉള്ളത് കൊണ്ടും വേറെ ഫ്ലവറോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നല്ല രീതിക്ക് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പ്ലാന്റിന്റെ ലീഫുകൾ നല്ല ഡാർക്ക് മെറൂൺ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് നല്ല രീതിക്ക് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നടണം എന്ന് പറയും. പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണെങ്കിലും കൂടെ ഞാനിതിന് ഇടയ്ക്കിടയ്ക്ക് അതായത് ആഴ്ചയിൽ ഒരു തവണ ചാണകം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒന്നുകൂടെ ഒരു ഗ്രോത്ത് ഉണ്ടാവണത്. അല്ലേലും ഈ ഒരു പ്ലാന്റ് വെറുതെ മണ്ണിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ ബാക്കിയുള്ള ചെടിക്കൊക്കെ വളം കൊടുക്കണ കൂട്ടത്തിൽ ഇതിനും ചാണകവെള്ളം കലക്കി വെച്ച് കൊടുക്കലുണ്ട്. വേറെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാന്റിന് പ്രത്യേകിച്ച് കൊടുക്കലില്ല. പിന്നെ ഈ ഒരു പ്ലാന്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കീടാണു ശല്യങ്ങളോ അങ്ങനത്തെ പുഴുശല്യമോ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഇലകൾ വന്ന് തിന്നണേ അയിറ്റ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു പ്ലാന്റിന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇതുവരെ. നമ്മൾ ഇത്രയും ഇപ്പോൾ ഒരു വർഷത്തോളമായി ഇപ്പോൾ ഈ ഒരു പ്ലാന്റിന് കെയർ ചെയ്ത് കൊണ്ടെടുക്കണേ. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ നോക്കി കാണണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയുള്ള പല ചെടികളും എന്താ പറയുക പുഴുവായിട്ടും പല പല ജന്തുക്കളായിട്ടും ഒക്കെ ഇങ്ങനെ തിന്നുമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ ഈ ഒരു പ്ലാന്റിൽ കണ്ടില്ല. അപ്പൊ നല്ലൊരു കാര്യമായിട്ട് ഞാൻ അതിനെ നോക്കി കാണും. ഏകദേശം ഒരു 3 മാസമെങ്കിലും ആകുമ്പോൾ ഈ ഒരു പ്ലാന്റ് കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ കൊണ്ട് നടന്നില്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഈ മുന്നത്തെ വീഡിയോയിൽ അതായത് ഈ വീഡിയോയിൽ ആദ്യം കണ്ട പോലെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് നല്ല ഇങ്ങനെ പുറത്തേക്കൊക്കെ ചാടി കാഞ്ഞ് ബോർഡറിന്റെ പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു 3 മാസം ആകുമ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ലെവലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പല രീതിയിലും പല മോഡലും പല ഷേപ്പിലും ആക്കി കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പ്രൂണിങ് അതായത് ഷേപ്പ് ആക്കി ഇങ്ങനെ ഒരു 3 മാസമെങ്കിലും കൂടുമ്പോൾ അങ്ങനെ ഷേപ്പാക്കി വെക്കൽ നിർബന്ധമുള്ള ഒരു കാര്യം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയില്ലാത്തൊരു രീതിക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് അവിടെ അങ്ങനെ നിൽക്കുക. ഒരു ഗ്രോത്ത് ഇല്ലാണ്ട് ഇങ്ങനെ മെലിഞ്ഞ ഒരു കൊമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മൾ പ്രൂൺ ചെയ്യും തോറും പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ വന്നിട്ട് നല്ല രീതിക്ക് ഒരു ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. അതുകൊണ്ട് പ്രൂണിങ് ഒരു 3 മാസം കൂടുമ്പോൾ ഒക്കെ നിർബന്ധമായിട്ടും പ്രൂൺ ചെയ്യൽ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് ഈ ഒരു പ്ലാന്റിൽ. പിന്നെയുള്ളൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടുമ്പം പ്രത്യേകിച്ച് ഒരു സാധനം ഇതിന് ഇട്ട് കൊടുക്കണ്ട. അതായത് ചെറിയൊരു കൂർപ്പ ഉള്ളൊരു എന്തോ ഒരു സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഈ പ്ലാന്റുകൾ ഓരോന്ന് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ 3, 4, 5 ഒക്കെ എടുത്തിട്ട് ഒരു കുറ്റിയായിട്ടൊക്കെ നടട്ടോ. ഓരോന്നായിട്ട് എടുത്ത് നട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലുള്ള ഒരു ബുഷ് ആയിട്ട് വരൂല, തിക്കായിട്ട് വരൂല. അപ്പോൾ 3, 4, 5 ഒക്കെ കൊമ്പുകൾ എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു കുഴിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അടുപ്പിച്ച് അങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല രീതിക്ക് ഇത് ബുഷിയായിട്ട് വരും. അപ്പം ഞാൻ ഈ ചെയ്യണത് ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്നിനി, അതായത് ഒരു ഗ്യാപ്പ് ഇങ്ങനെ വന്നപ്പോൾ ആടെങ്ങനെ എന്താ പറയുക ഇതിങ്ങനെ 3, 4, 5 കൊമ്പുകളൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തിവെച്ച് തിക്കാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ കുറേ നമ്മളിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇതിന് ചെറിയ ചെറിയ ചീച്ചിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ആ ബോർഡറിന് ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നതാണ്.
തിക്കായിട്ട് നിൽക്കുന്നത് പോയി ഞാൻ ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് നടുക, ഏത് രീതിക്കാണ് നടുക, എന്ത് ഫെർട്ടിലൈസർ കൊടുക്കും, എന്ത് അടിവളമായിട്ട് കൊടുക്കണം, അങ്ങനത്തെ ഒരു വേജാറും വേണ്ട. ഇതിനൊരു സാധനം വേണ്ട, മണ്ണുണ്ടായാൽ മതി. അതായത് മണ്ണിൽ നമ്മൾ നടാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് ചെറിയൊരു കുഴി കുത്തുക, ഇതിങ്ങനെ വെച്ചു കൊടുക്കുക, കുഴി മൂടുക, ബസ് അത് മതി. അതുണ്ടെങ്കിൽ ആ ഒരു സംഭവം മാത്രം മതി ഇതിന്. എന്നാൽ തന്നെ ഇത് നല്ല രീതിക്ക് ഇതുണ്ടായി കിട്ടും. പിന്നെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു കൊമ്പ് കിട്ടിയാൽ മതി. നമ്മൾ കൈമന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി കുത്തി ഇങ്ങനെ കുറേ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയൊരു കൊമ്പാണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമന്ന് 3-4 എടുത്ത് പിന്നെ ആ 3-4 ഉള്ളത് 5-6 ആക്കി അങ്ങനെ ഇത് വലുതാക്കി കൊണ്ടുവരട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടുള്ള റുബി പ്ലാന്റിനെ കുറിച്ച് ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഓർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.